കർണാടകയിൽ ഇന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം. ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കും. നമുക്കറിയാം, ഇന്നലെയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സിദ്ധരാമയ്യ സമ്മതിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ സിദ്ധരാമയ്യയ്ക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വെച്ച ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റാണ്. മാത്രമല്ല, കേന്ദ്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയിൽ ഒരു പദവി കൂടി നൽകും ദേശീയ തലത്തിൽ നിന്നായിരുന്നു. പക്ഷേ ഇത് രണ്ടും സിദ്ധരാമയ്യ വേണ്ട എന്ന് പറയുകയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരും എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, സിദ്ധരാമയ്യയുടെ മറ്റ് പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ കൂടി നടക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിൽ പോലും സംസ്ഥാന ഭരണത്തിൽ പിടിമുറുക്കുക എന്നുള്ളതാണ്. ഉപമുഖ്യമന്ത്രി പദവും സുപ്രധാനമായ മന്ത്രിസ്ഥാനങ്ങളും താൻ നിർദ്ദേശിക്കുന്നവർക്ക് നൽകണം എന്ന ആവശ്യം സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പക്ഷേ ഈ ആവശ്യങ്ങൾക്ക് ഡി.കെ. ശിവകുമാർ പൂർണ്ണമായും വഴങ്ങില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. തൻ്റെ മകനെ അടക്കം ഉപമുഖ്യമന്ത്രിയാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാകുമെന്നുള്ളത് ഹൈക്കമാൻഡിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കടമ്പ കൂടിയാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇപ്പോൾ കർണാടക രാഷ്ട്രീയത്തിൽ സ്മൂത്തായുള്ള അധികാര കൈമാറ്റം എന്നിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. സിദ്ധരാമയ്യ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. മനസ്സോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടത്. ഇപ്പോൾ എന്താണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റ് ഡിമാൻഡുകൾ? രഞ്ജിത്ത്, വമ്പൻ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിയിട്ടുകൊണ്ടാണ് സിദ്ധരാമയ്യ പടിയിറങ്ങുന്നത്. അതായത് അവിടെ ഈ ജാതി സെൻസസ് ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. വലിയൊരു പ്രതിസന്ധിയെയാണ് ഡി.കെ. ശിവകുമാറും കോൺഗ്രസ് നേതൃത്വം നേരിടുന്നത്. കാരണം ഈ ഒക്കലിക ലിംഗായത്ത് വിഭാഗങ്ങൾ, അവിടുത്തെ മുന്നാക്ക വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. അതായത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യവും വിഹിതവും ലഭിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് സിദ്ധരാമയ്യ അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഒരു മൂവ്മെൻറ്റ് നടത്തിയിരുന്നു. അഹിന്ദ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനം, അതിൽ ന്യൂനപക്ഷങ്ങൾ, ദളിതർ, പിന്നാക്ക വിഭാഗങ്ങൾ അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. ആ വോട്ട് ബാങ്കാണ് 2023 കോൺഗ്രസിനെ കർണാടകയിൽ അധികാരത്തിലെത്തിച്ചത്. ആ ഒരു വോട്ട് ബാങ്ക് വെച്ചുള്ള കളി, അതൊരു തീക്കളിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം എടുക്കാനോ കളയാനോ കഴിയാത്ത തരത്തിലുള്ള റിപ്പോർട്ടാണ് കോൺഗ്രസിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കേന്ദ്രത്തിൽ BJP സർക്കാരിനോട് കോൺഗ്രസ് നിരന്തരം ആവശ്യപ്പെടുന്നത്, രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് ജാതി സെൻസസ് രാജ്യത്ത് നടത്തണമെന്ന ആവശ്യമാണ്. എന്നാൽ ഈ ഒരു സെൻസസ് അംഗീകരിച്ചാൽ കർണാടകയിലെ മുന്നാക്ക വിഭാഗങ്ങൾ കോൺഗ്രസിനെതിരെ തിരിയുമെന്ന വലിയ ഭയം AICC നേതൃത്വത്തിനുണ്ട്. അങ്ങനെ ഒരു വെട്ടിലാക്കിക്കൊണ്ടാണ് സിദ്ധരാമയ്യ പടിയിറങ്ങുന്നത്. മാത്രമല്ല, ഈ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ചില സമവായങ്ങളും ഒത്തുതീർപ്പുമൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും കർണാടകത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. സിദ്ധരാമയ്യ കേന്ദ്രത്തിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന് രാജ്യസഭ സീറ്റ് വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തെ PCC അധ്യക്ഷനാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ രാജ്യസഭ സീറ്റ് വേണ്ട എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ സിദ്ധരാമയ്യ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനർത്ഥം അദ്ദേഹം കർണാടകയിൽ തുടരും, കർണാടക രാഷ്ട്രീയത്തിൽ തുടരും. സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഡി.കെ. ശിവകുമാറിന് കാര്യങ്ങൾ അത്ര സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. അതിനപ്പുറത്തേക്കാണ് മറ്റു കാര്യങ്ങൾ. ഈ 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം തൻ്റെ മകനടക്കം ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല, മന്ത്രിസഭ പുനഃസംഘടനയുണ്ടാകും. അതിൽ തനിക്ക് ഇഷ്ടമുള്ള ആളുകളെ, തൻ്റെ അടുപ്പക്കാരെ, താൻ പറയുന്ന പേരുകാരെയൊക്കെ തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു ഡിമാൻഡ് കൂടി സിദ്ധരാമയ്യ വയ്ക്കുന്നു. ഇത് 2.5 വർഷം ധാരണ ആയിരുന്നു ആ മുഖ്യമന്ത്രി സ്ഥാനത്തെ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളൊരു തീരുമാനം. അതനുസരിച്ച് 2.5 വർഷം പിന്നിട്ടു. ഏതാണ്ട് 3 വർഷം ആകുമ്പോഴാണ് സിദ്ധരാമയ്യ രാജിക്ക് തയ്യാറായത്. കഴിഞ്ഞ ദിവസം ഗവർണർ ലോക് ഭവനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്കാണ് ഈ കത്ത് നൽകിയത്. അതിനുശേഷം സിദ്ധരാമയ്യയുടെ പ്രതികരണം വന്നത്, പാർട്ടി നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് താൻ രാജിവെക്കുന്നു, താൻ ഒരു സമ്പാദ്യവും ഉണ്ടാക്കിയിട്ടില്ല, സമ്പത്തിന് പിറകെ പോയിട്ടില്ല, തൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അങ്ങനെ സ്വയം ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താൻ ഒരു അഴിമതി വിരുദ്ധ നിലപാടെടുത്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ നമുക്കറിയാം ഡി.കെ. ശിവകുമാർ കർണാടകയിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ കോൺഗ്രസ്സിന് സഹായം ചെയ്യുന്ന ഒരാളാണ്. തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതിൻ്റെ ഫണ്ട് റൈസിങ് എന്ന വലിയ ഉത്തരവാദിത്വം വരുമ്പോൾ അതിലൊക്കെ ഇടപെടുന്ന ആളാണ് ഡി.കെ. ശിവകുമാർ. അങ്ങനെ ഒരു പ്രതിച്ഛായ കൂടി ഡി.കെ. ശിവകുമാറിന് ചാർത്തിക്കൊണ്ടാണ് പരോക്ഷമായെങ്കിലും അത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഡി.കെ. ശിവകുമാറിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കം സിദ്ധരാമയ്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും വിനോദ്, ഹൈക്കമാൻഡ് കോൺഗ്രസ് പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രതിസന്ധികളുണ്ട്. സിദ്ധരാമയ്യ അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല. നമുക്കറിയാം, കർണാടകയിലെ ജാതി സമവാക്യങ്ങൾ സിദ്ധരാമയ്യയ്ക്ക് എപ്പോഴും അനുകൂലമാണ്, സംശയമില്ല. സിദ്ധരാമയ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. അത് കോൺഗ്രസിന് BJP വല്ലാതെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്.
കർണാടക. BJP അത് ശക്തമായ ഒരു സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ അത് അവഗണിച്ചുകൊണ്ട് ഈ ജാതി സമവാക്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, സിദ്ധരാമയ്യ തള്ളിക്കളയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഹൈക്കമാൻഡിന്. കുറച്ചൊക്കെ ആവശ്യങ്ങളെങ്കിലും അംഗീകരിക്കേണ്ടി വരും. തീർച്ചയായും കുറച്ച് ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്ന മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചില്ലെങ്കിൽ സിദ്ധരാമയ്യ ഉറപ്പായും അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളം, കർണാടക, തെലങ്കാന തുടങ്ങി സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ മുന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരാണ്. സ്വാഭാവികമായും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള സിദ്ധരാമയ്യയെ മാറ്റുമ്പോൾ അദ്ദേഹം കുർബ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ്. ആ OBC വിഭാഗം കഴിഞ്ഞ ദിവസം തന്നെ തെരുവിലിറങ്ങുന്ന ഒരു നിലയുണ്ടായിരുന്നു. അത് ആ വോട്ട് ബാങ്കിനെ എങ്ങനെ സ്വാധീനിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴൊക്കെ തന്നെ ഈ പിന്നാക്ക ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ അത് ഏത് ചേരിയിലേക്ക് പോകും എന്ന ഒരു വലിയ പ്രതിസന്ധി കോൺഗ്രസിൻ്റെ മുമ്പിലുണ്ട്. സിദ്ധരാമയ്യ ആകട്ടെ അവരെ പ്രതിസന്ധിയുടെ പടുകുഴിയിൽ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് പടിയിറങ്ങുന്നത്. ശരി വിനോദ്.